ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധ വചനമൊക്കെ കേട്ട് എല്ലാ ദിവസവും ശാന്തമായിട്ട് കിടന്നുറങ്ങാനും വിശ്രമിക്കാനും ഒക്കെ ഈശോ നൽകുന്ന ഈ സമയങ്ങളെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയാം. ഇന്ന് ഈ രാത്രി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു കാര്യം, ആദ്യത്തെ ഒരു കാര്യം, ത്രോട്ട് ചെറുതായിട്ട് ഇൻഫെക്റ്റഡ് ആണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. ഈ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ നോമ്പുകാലത്തിലൂടെ കടന്നു പോകണല്ലോ. അപ്പോൾ ഈശോയുടെ ഈ പീഡാസഹനത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ ഇങ്ങനെ ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ വളരെയധികം നമ്മൾ ഫോക്കസ് കൊടുക്കുന്ന ഒരു കാര്യമല്ലേ. ഈ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4 തവണയായിട്ട് കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ഈ ദിവസം അത് വേറൊരു സ്ഥലത്തൊരു ധ്യാനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി ആ ഒരു ഭാഗം മാത്രം, കർത്താവിൻ്റെ ദാസൻ എന്നുള്ള എപ്പിസോഡുകൾ മാത്രം, ആ ഒരു ഭാഗം മാത്രം 4 എണ്ണം ഒന്ന് ഒരു ധ്യാന വിഷയമാക്കായിരുന്നു. അപ്പോൾ അതിങ്ങനെ വായിച്ചു പോയപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോയപ്പോൾ കിട്ടിയ ഒരു കുഞ്ഞു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുത്തിട്ട് അച്ഛനി പറയാൻ പോകുന്ന വചനഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് വായിക്കണം. ഒരു 10 വാക്യങ്ങളാണ്. കർത്താവിൻ്റെ ദാസൻ എന്നുള്ള ആ എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുള്ളായൊരു ഭാഗമാണത്. അപ്പോൾ നിങ്ങളത് സമയമെടുത്ത് വായിച്ചു നോക്കണം. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി കിട്ടിയൊരു പ്രചോദനം, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്, നമ്മൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ഈശോ നമ്മളോട് പേഴ്സണലി ചോദിക്കുകയാണ്. നിൻ്റെ കൂടെ മോനെ നിൻ്റെ കൂടെ ഞാനില്ലേ, നീ എന്തിനാ പിന്നെ ഈ ശത്രുക്കളെ ഓർത്ത്, ഇല്ലെങ്കിൽ ആ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളെ ഓർത്ത്, ഈ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെ ഓർത്ത് നീ എന്തിനാ ഇങ്ങനെ ആകുലപ്പെടുന്നത്, നിൻ്റെ കൂടെ ഞാനില്ലേ എന്നിങ്ങനെ ഈശോ നമ്മളോട് പേഴ്സണലി ചോദിക്കുന്നത് പോലത്തെ ഒരു അനുഭവമാണ് എനിക്ക് പേഴ്സണലി തോന്നി, വളരെ വ്യക്തിപരമായിട്ട് തോന്നി. ഇപ്പം നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുക്കുക, ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 51-ാമത്തെ അധ്യായം, ഐസയ്യാ ചാപ്റ്റർ 51. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, സിയോന് ആശ്വാസം. ആ ഒരു അധ്യായത്തിൽ തന്നെ ഒത്തിരി തവണ ഇങ്ങനെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾ പേടിക്കരുത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഭയം, എന്തിനൊക്കെയും ഓർത്തുള്ള ആകുലപ്പെടൽ, അത് മനുഷ്യരെ ആവണമെന്നില്ല, സാഹചര്യങ്ങളെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മളെ തന്നെ ആയിരിക്കാം, നമ്മുടെ ചില സ്വഭാവ രീതികളെ ആയിരിക്കാം. ഈ നോമ്പ് കാലത്ത് ചില തീരുമാനങ്ങളെടുത്തു, അതൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, നീ എന്തിനാ പേടിക്കുന്നതെന്ന് കർത്താവ് ചോദിക്കാം. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 51-ാമത്തെ അധ്യായം എടുക്കുക, അതിൻ്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളിന്ന് വായിക്കണം കേട്ടോ. ഐസയ്യാ ചാപ്റ്റർ 51 വേഴ്സ് 9 to 16 വായിക്കാം. അതിനകത്ത് 1-2 കാര്യങ്ങൾ അച്ഛൻ സൂചിപ്പിക്കാം. 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, കർത്താവിൻ്റെ ഭുജമേ ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. കർത്താവിൻ്റെ ഭുജമേ ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. നമ്മളോട് ഇപ്പോൾ ഈശോ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നീ ധൈര്യമായിട്ടിരിക്കുക, നീ ശക്തിപ്പെടണം, നീ ബലപ്പെടണം, നീ ഇങ്ങനെ തളർന്നിരിക്കരുതെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. ഇനി തുടർന്ന് ശ്രദ്ധിക്കണേ, 11-ാമത്തെ വാക്യം. ഈ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ കർത്താവ് ചെയ്യുന്ന വലിയ പ്രവൃത്തികളെക്കുറിച്ചാണ്. 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, കർത്താവ് വീണ്ടെടുത്തവർ സിയോനിലേക്ക് ഗാനാലാപത്തോടെ തിരിച്ചു വരും, നിത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും, സന്തോഷവും ആഹ്ലാദവും അവരിൽ നിറയും, ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും. നിങ്ങൾ ഉണർന്ന് പ്രശോഭിക്കുക, കർത്താവിൻ്റെ വെളിച്ചത്തിൽ ഉണരാൻ തയ്യാറാണെങ്കിൽ ഈ ദുഃഖവും സങ്കടം എല്ലാം മാറും, നിങ്ങൾ ആനന്ദിക്കുമെന്ന് വചനം ഉറപ്പ് തരികയാണ്. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, 12-ാമത്തെ വാക്യം, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. അതൊന്ന് അടയാളപ്പെടുത്തിയാണ് കേട്ടോ, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. ഇപ്പോൾ ഒരു കടത്തിലായിരിക്കാം, രോഗത്തിലായിരിക്കാം, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യായിരിക്കാം, എടുത്ത തീരുമാനം പൊട്ടിപ്പോയല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ ശബ്ദമില്ലാണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുമായിരിക്കാം. കർത്താവ് പറയാണ്, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, നീ മടുത്തു പോകല്ല്, തളർന്നു പോകല്ല്, നീ പേടിക്കരുത്. കർത്താവ് പറയാണ്, ഞാനില്ലേ നിൻ്റെ കൂടെ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് അടയാളപ്പെടുത്തിയിടണം കേട്ടോ, എന്നിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ. അടുത്ത വചനം ശ്രദ്ധിച്ചേ, മരണമുള്ള മനുഷ്യനെയും തൃണസദൃശനായ മനുഷ്യ സന്തതിയും നീ എന്തിനു പേടിക്കണം. കർത്താവ് ചോദിക്കും, നീ എന്തിനാണ് പേടിക്കണേ, നീ എന്തിനാ മോളെ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്. ഈ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, മനുഷ്യർ, സിറ്റുവേഷൻസ്, ചിന്തകൾ, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ആരുടെ മുമ്പിൽ? സർവശക്തനായ നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഇതൊരു പ്രശ്നമല്ല എന്ന് കർത്താവ് പറയാണ്. 13-ാം വാക്യം, ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിൻ്റെ സൃഷ്ടാവായ കർത്താവിനെ നീ മറന്നോ? ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നോന്ന്. നമുക്ക് എപ്പോഴും പേടി വരുന്ന എപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമ്മുടെ കൂടെയുള്ള കർത്താവിനെ നമ്മൾ ചിലപ്പോൾ ഓർക്കാണ്ടിരിക്കുകയും കൂടെയുള്ള കർത്താവിൻ്റെ ശക്തി ചിലപ്പോൾ മറന്നു പോവുകയും ഇപ്പുറത്ത് നിൽക്കുന്ന ശത്രുവിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുകയും ചെയ്യുമ്പോഴല്ലേ നമ്മൾ ശരിക്കും ഭയപ്പെടുന്നത്. കർത്താവ് പറയാണ്, നീ ഭയപ്പെടരുത്, നീ എന്നെ എന്തിനാ മറന്നു കളഞ്ഞ, നീ എന്നെ ഓർക്കടാ, എൻ്റെ പവർ നീ ഒന്ന് ഓർക്കടി എന്ന് കർത്താവ് നമ്മളോട് പറയാണ്. വചനം തുടർന്ന് ശ്രദ്ധിച്ചേ, നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകൻ്റെ ക്രോധത്തെക്കുറിച്ച് നീ നിരന്തരം ഭയപ്പെടുന്ന എന്തിന്? നീ എന്തിനിങ്ങനെ തുടർച്ചയായിട്ട് പേടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കുക, നിങ്ങളത് വായിക്കണം കേട്ടോ ഫുള്ളായിട്ട്. 16-ാമത്തെ വാക്യം, ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, എൻ്റെ കരത്തിൻ്റെ തണലിൽ
ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണേലും കർത്താവിൻ്റെ കുഞ്ഞല്ലേ. ഈശോ പറയാണ്, നിന്നെ ഞാൻ എൻ്റെ കരത്തിൻ്റെ കീഴിൽ മറച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങ്. നാളെ അഭിഷേകത്തോടെ എഴുന്നേക്ക്. ഭയങ്ങളെല്ലാം മാറ്റ്. കർത്താവ് നിൻ്റെ കൂടെ കാണും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി വലിയ അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ. നാളെ കൂടുതൽ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായിട്ട് മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.